ഈ സിംറ്റംസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇപ്പൊ 2 ആഴ്ച കൂടുതൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ സിംറ്റംസ് തന്നെയാണ്, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. പനിയും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോവാറില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകളെയൊക്കെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതിന് അപ്പം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാറിപ്പോകും. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇത് ഡിപ്രഷൻ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട്, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഡിപ്രഷൻ ഉണ്ട്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇത് തന്നെ പല ലെവലിലുണ്ട്. അപ്പോൾ ഭയങ്കര ഹൈ ലെവലിലോട്ടുള്ള ഡിപ്രഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീണ്ടും ബാക്ക് ടു നോർമലിലോട്ട് വരാനായിട്ട്. മെഡിസിൻ ഒക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവേണ്ടി വരും. മൈൽഡ് ഒക്കെ ആണെങ്കിൽ മെഡിസിൻ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ എപ്പോഴും ഒരു റൂമിൽ അടച്ചുപൂട്ടിയൊക്കെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് സ്വയം ആ റൂം ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടുക, കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കയറട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കുക, ഒരു മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക്, അങ്ങനെയൊക്കെ ഒന്ന് പ്രകൃതിയുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കാൻ. പക്ഷെ അതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലുള്ള ആളുകൾക്ക് ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങാനും ഒന്നിനും തോന്നില്ല, ഒന്നിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മൈൽഡ് ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും ഇങ്ങനെയൊക്കെ ചെയ്താലും മാറുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കമ്പൽ ചെയ്യണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്റെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എനിക്ക് നന്ദി പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നൊക്കെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. അതുപോലെ തന്നെ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ അഫർമേഷൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ മിറർ വർക്ക്. സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, മെഡിറ്റേഷൻ, രാവിലെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പുറത്തോട്ട് പോവുക, കാറ്റും വെളിച്ചമൊക്കെ, സൂര്യപ്രകാശം കിട്ടുക, ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനായിട്ട് ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ്. ഈ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 കൺസൾട്ടേഷനിൽ തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇത്തിരി കൂടിയ രീതിയിലോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ലോങ് ടൈം കോച്ചിങ് ഒക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ 1-to-1 കൺസൾട്ടേഷൻ ആണ്. നിങ്ങൾക്ക് ഫോണിലൂടെയോ, ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് കോളോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ഒരു ടൈമില് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മീഡിയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, ഫോണിലൂടെ സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ, വീഡിയോ കോൾ ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ്.